നമസ്കാരം, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാത്ത ആൻഡ്രോയിഡ് ഫോണിലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ എല്ലാവരും ഗെയിംസൊക്കെ കളിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലെ ഗെയിംസാണ് കൂടുതലും കളിക്കാറ്. പോർട്രേറ്റ് മോഡിലെ ഗെയിംസും കൂടുതലും കളിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കാണും, നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് മോഡിലെ ഗെയിംസൊക്കെ ഒന്ന് പോർട്രേറ്റ് മോഡിലോട്ട് ആക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഇനി നമുക്കതിന് സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അൾട്ടിമേറ്റ് റൊട്ടേഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ആ ടോഗിൾ ചെയ്യുക, എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ കളിക്കേണ്ട ഗെയിം എടുക്കുക. എന്നിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ എടുത്താൽ നമുക്കവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫോണൊന്ന് നേരെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലെ ഗെയിം പോർട്രേറ്റ് മോഡിലായിട്ട് ഉണ്ടാവും. നമുക്കിനി പോർട്രേറ്റ് മോഡിൽ വെച്ച് ഈ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു തിരക്കുള്ള ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ പാട്ട്, നമ്മൾ ഈ ഇയർഫോൺ വെച്ചിട്ട് പാട്ട് കേൾക്കുകയാണ്. പക്ഷേ നമ്മൾക്ക് പാട്ട് മാറ്റാനായിട്ട് ഫോണ് പുറത്തെടുക്കാൻ വയ്യ. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വോളിയം റോക്കർ വെച്ചിട്ട് പാട്ട് പോസ് ചെയ്യാനും പാട്ട് മാറ്റാനൊക്കെ പറ്റും. മ്യൂസിക് കൺട്രോളർ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതെല്ലാം ഒന്ന് ടോഗിൾ ചെയ്ത് കൊടുക്കുക. ടോഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വോളിയം റോക്കറിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മ്യൂസിക് മാറുകയും താഴെ ഡബിൾ ടാപ്പ് ചെയ്താൽ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുകയും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാം. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഇത് കുറച്ച് ഹാൻഡി ഒരു ആപ്ലിക്കേഷനാണ്, നമുക്ക് ഒരുപാട് ഉപകാരപ്രദമുള്ളതാണ്. അടുത്തത് എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ മാത്സ് കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാത്ത് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ മാത്ത് എന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് മാത്ത് പ്രോബ്ലംസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാത്ത് പ്രോബ്ലം ഉണ്ട്. അതും ഞാൻ ഒന്ന് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊന്ന് ഒരു ഫോട്ടോ എടുത്താൽ മാത്രം മതി, അതതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഇപ്പോൾ എൻ്റെ അത് കറക്റ്റായിട്ട് ഫോക്കസ് ആവുന്നില്ല, അതാണ് കാണിക്കാത്തത്. ആൻസർ നമുക്ക് താഴെ തന്നെ കിട്ടും. ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഏത് കാൽക്കുലേഷൻ്റെ പുറത്ത് ഒരു ഫോട്ടോ എടുത്താലും അത് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണമെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ഫോൺ ചാർജ് ചെയ്യുക. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ എല്ലാ കണക്ടിവിറ്റിയും സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ ഈസി ആയിട്ട് ചാർജ് ആവും. അടുത്തത്, നമ്മളിപ്പോൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കും ഓരോ ടാബിൽ നിന്ന് ഓരോ ടാബിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഈസി വേ ഉണ്ട്. നമ്മൾ ആ URL ഭാഗത്ത് ഒന്ന് സ്ലൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ടാബിലേക്ക് പോകാൻ പറ്റും. കണ്ടോ? ഇത് പലർക്കും അറിയത്തില്ല, അറിയാവുന്നവർ കാണുമായിരിക്കും, പക്ഷേ ഒരുവിധപ്പെട്ട പലർക്കും ഇത് അറിയത്തില്ല. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടോഗിൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഡൗൺ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരാറുണ്ടല്ലേ. ആക്ച്വലി ഇതൊരു ഗെയിമാണ്. നമ്മൾ ആ ഡൈനോസറിനെ ഒന്ന് ടച്ച് ചെയ്താൽ ആ ഡൈനോസർ ഓടാൻ തുടങ്ങും. കണ്ടോ, നമ്മൾ ഓരോ ക്യാക്ടസും ചാടിക്കിടക്കണം, അതാണ് ഗെയിം. ഇത് പലർക്കും അറിയില്ല, പക്ഷേ ഈ ഗൂഗിളിൻ്റെ ഒരുപാട് ട്രിക്കൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഇതും അറിയായിരിക്കാം.
അപ്പോൾ അടുത്തത് എന്താ നോക്കാം. നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫയൽ മാനേജറിൽ പോവുക. അതിനുശേഷം ഏത് ഫോൾഡറിൽ നിന്ന് എടുക്കുക. എനിക്കിപ്പോൾ പിക്ചേഴ്സാണ് ഹൈഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പിക്ചേഴ്സ് സെലക്ട് ചെയ്യാണ്. അതിനെ ലോങ് പ്രസ് ചെയ്യുക. മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, മോർ കൊടുക്കുക, റീനെയിം ചെയ്യുക. ആ പിക്ചേഴ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ഡോട്ട് കൊടുത്ത് റീനെയിം ചെയ്യുക. അപ്പോൾ ആ ഫോൾഡർ ഹൈഡായി പോവും. ഇപ്പോൾ നമുക്ക് ആ ഫോൾഡർ കാണാൻ പറ്റത്തില്ല, ഇതിനകത്ത് ആ ഫോൾഡർ ഇല്ല. ഷോ ഹിഡൻ ഫയൽസ് എന്ന് കൊടുത്താൽ ആ ഫോൾഡർ നമുക്ക് വീണ്ടും കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ SD കാർഡിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ക്രോമിൽ പോയിട്ട് ഫയൽ // ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ എഴുതുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് SD കാർഡിൻ്റെ ഇൻഡെക്സിലേക്ക് പോകും. ഇത് വളരെ ഹാൻഡി ആയിട്ടൊരു ട്രിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണൊന്ന് സ്പീഡാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷനിൽ ബിൽഡ് നമ്പർ 7 പ്രാവശ്യം പ്രസ് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷനിൽ കയറുക. അതിനുശേഷം സ്ക്രീൻ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ 1-ലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ 0.5-ലായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഞാൻ ഓഫ് ചെയ്ത് വെച്ചാൽ എൻ്റെ ഫോണ് നല്ല സ്പീഡാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.